ഹൈന്ദവ നവോത്ഥാനത്തിന്റെ സാരഥിയായിരുന്നു PEB മേനോനെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. എല്ലാ വിഭാഗം ജനങ്ങളുമായി അദ്ദേഹം സൗഹൃദം പുലർത്തി. അവരുമായി ഇടപഴകി വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ കരുത്തു പകരാൻ PEBക്ക് സാധിച്ചുവെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അദ്ദേഹത്തിന് കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളുമായി അതുപോലെ പ്രമുഖ സന്യാസി ശ്രേഷ്ഠന്മാരുമായി ഒക്കെ ഉണ്ടായിരുന്ന ബന്ധം. കാഞ്ചി ശങ്കരാചാര്യ സ്വാമി കേരളത്തിൽ വരുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് മേനോൻ സാറിനെയാണ്. മേനോൻ സാറുമായിട്ട് സംസാരിച്ച ശേഷമായിരുന്നു അന്ന് അദ്ദേഹം കേരളത്തിലൂടെ യാത്രകൾ എല്ലാം സംഘടിപ്പിച്ചിരുന്നത്. ഇതുപോലെ തന്നെ പ്രത്യേകം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഡോക്ടർ ജിയുടെ ജന്മശതാബ്ദി വേളയിൽ പലരും മുഴുവൻ സമയം പ്രവർത്തിക്കാൻ ഗ്രാമാന്തരങ്ങളിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചപ്പോൾ, സംഘടന നിശ്ചയിച്ചപ്പോൾ ഞാൻ തയ്യാറാണ്, ഏത് ഗ്രാമത്തിലും പോയി പ്രവർത്തിക്കാൻ, സംഘം നിശ്ചയിക്കുന്ന സ്ഥലത്ത് പോയി പ്രവർത്തിക്കാൻ, മുഴുവൻ സമയം പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. നമുക്കറിയാം, വളരെ തിരക്കുള്ള ഒരു പ്രൊഫഷണൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അദ്ദേഹം ഇങ്ങനെ മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിന് വേണ്ടി പോകാം എന്ന് സമ്മതിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാമൂഹ്യ അവബോധം, രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വം, കടപ്പാട് എത്രമാത്രം വിശാലമായിരുന്നു, എത്രമാത്രം ഉദാത്തമായിരുന്നു എന്ന് നമുക്ക് ആർക്കും ബോധ്യപ്പെടും.